നമുക്കെല്ലാം പ്രിയങ്കരനായ കേരളത്തിലെ പുതിയ സിനിമയുടെയും പുതിയ ചിന്തയുടെയും ഒക്കെ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാളായ ജോയ് മാത്യു ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന വിവിധ സമര സംഘടനയുടെ നേതാക്കളെ, പ്രവർത്തകരെ, സർവോപരി ആം ആദ്മി പാർട്ടിയുടെ പ്രിയപ്പെട്ട വോളണ്ടിയർമാർ, ഞാനൊരു പ്രസംഗത്തിനല്ല ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ ഈ ചടങ്ങ് ആരംഭിക്കാനാവില്ല. കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടായി കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളല്ല. ഇവിടെ നയപരമായ ഒരു ജനപക്ഷ തീരുമാനവും എടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയുന്നില്ല എന്നത് നമുക്കൊക്കെ നല്ല ബോധ്യമുള്ള കാര്യമാണ്. മറിച്ച് ജനങ്ങളെ ബാധിക്കുന്ന നൂറുകണക്കിന് വിഷയങ്ങളിൽ പലപ്പോഴും അതിനിരകളാക്കപ്പെടുന്ന ജനങ്ങൾ, പലപ്പോഴും ഇതിനോട് അനുഭാവമുള്ള സാമൂഹ്യ പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകരിൽ തന്നെ അപൂർവം ചിലർ ഇത്തരം ചുമതലകൾ ഏറ്റെടുക്കാറുണ്ട്. അങ്ങനെ ഏറ്റെടുത്ത് കേരളത്തോട് യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് എന്ന് പഠിപ്പിച്ച സുഹൃത്തുക്കളെയാണ് നമ്മൾ ഇന്നിവിടെ ക്ഷണിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ കക്ഷികൾ പറയുന്നതല്ല രാഷ്ട്രീയം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ കേരളത്തിലെ ശുദ്ധജലം, അതിന്റെ പ്രാധാന്യം എന്താണ്? അത് വിൽപ്പന ചരക്കാക്കരുത് എന്ന്. കുപ്പിവെള്ളമല്ല, തിരുവാതിര ഞാറ്റുവേല സമൂതിരി മണ്ണിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ കേരളത്തിന് കുരുമുളക് പൊടി പോയാലെന്താ, തിരുവാതിര ഞാറ്റുവേലയുണ്ടല്ലോ എന്ന് അഭിമാനിച്ച കോഴിക്കോട് ഇന്ന് തിരുവാതിര ഞാറ്റുവേലയിലും പച്ചവെള്ളം കുപ്പിയിലാക്കി ലിറ്ററിന് 20 രൂപയ്ക്ക് വാങ്ങി കുടിക്കേണ്ട ഗതികേടിലേക്ക് മലയാളി എത്തിയത് എങ്ങനെ എന്ന ചോദ്യം, ആ ചോദ്യം ചോദിച്ചത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവുമല്ല, കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനുമല്ല, പ്ലാച്ചിമടയിൽ എഴുത്തും വായനയും അറിയാത്ത ആദിവാസികൾ. ഇപ്പൊ മാരിയപ്പൻ ഇവിടെയുണ്ട്, മലയമ്മ നമ്മെ വിട്ടു പോയി. ആ ആദിവാസി സുഹൃത്തുക്കളാണ് ലോകത്തോട് ചോദിച്ചത്, പച്ചവെള്ളം കുപ്പിയിലാക്കി വിൽക്കുന്നത് ശരിയാണോ എന്ന്. എന്റെ അത്തരം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ മാലിന്യ പ്രശ്നം ഇന്ന് നമുക്ക് ഭക്തിയായിട്ടും പേപ്പട്ടിയായിട്ടും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുക. കേരളത്തിലെ മാലിന്യ പ്രശ്നത്തിന് എന്ത് പരിഹാരമാണ് കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ ചോദ്യത്തിന് ജനങ്ങൾ അവർ ചോദിച്ചു, ഒരു ജനതയിൽ മാലിന്യം കൊണ്ടിടുന്നതാണ് മാലിന്യ പ്രശ്നത്തിന് പരിഹാരം. അല്ലാതെ രാഷ്ട്രീയ കക്ഷികൾ പിടിക്കില്ല. അതുപോലെ നിരവധി കാര്യങ്ങൾ. കേരളത്തിലെ ദേശീയപാത, കേരളത്തിലെ ഗതാഗത നയം എന്തായിരിക്കണം, എല്ലാം ആയിരിക്കും. പക്ഷേ നമുക്ക് പാനേക്കരയിൽ അടുത്ത ദിവസം നമ്മൾ കണ്ടു, നാട്ടുകാർ അനേക വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന ഒരു റോഡ് ടോൾ കമ്പനിക്ക് വേണ്ടി അടച്ചുകെട്ടി തുറക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. അതിനപ്പുറത്ത് അത് തുറന്ന് കൊടുത്തു ജനങ്ങൾ. പക്ഷേ അതേ കളക്ടർ തന്നെ രാത്രിക്ക് രാത്രി ഉത്തരവ് മാറ്റി 2 മീറ്റർ ഉണ്ടായിരുന്ന ചെറിയൊരു വിടവ് 1 മീറ്ററാക്കി കുറച്ചുകൊണ്ട് വീണ്ടും അവിടെ കെട്ടി. കേരളത്തിലെ ജനങ്ങൾക്ക് ടോളിനോട് ദേശീയപാതയ്ക്ക് എത്ര നീതി വേണം ചോദ്യത്തോട് ഗവൺമെന്റുകൾക്ക് ഒരു നിലപാടുമില്ല. ഉണ്ടെങ്കിൽ ആ നിലപാട് ടോൾ കമ്പനിക്ക് അനുകൂലമാണ്, കരാറുകാർക്ക് അനുകൂലമാണ്. വെള്ളത്തെ സംബന്ധിച്ച നിലപാട് കൊക്കക്കോളയ്ക്ക് അനുകൂലമാണ്, അല്ലാതെ ജനങ്ങൾക്ക് അനുകൂലമല്ല. കേരളത്തിൽ നിരവധി ഖനന പ്രവർത്തനങ്ങൾ ഒരു നിയമമില്ലാതെ നടക്കുന്നു.
ചോദിക്കാനില്ല. അതിനെപ്പറ്റി ചോദിക്കുന്ന അത്യപൂർവമായ നിരവധി സമര സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ചോദിക്കുമ്പോൾ സുപ്രീം കോടതി ഉത്തരവ് ലംഘിക്കുന്നു, രാജ്യത്തെ നിയമം ലംഘിക്കുന്നു, എല്ലാം ലംഘിക്കുന്നു. എന്നാലും ഖനനം നടന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരന്തരം നടക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ പരിപാടിയാണെന്നതുകൊണ്ട് അഴിമതിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അഴിമതി സർവവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ കൊള്ളയിലടക്കം വ്യാപകമായി അഴിമതി നടക്കുന്നു. രാഷ്ട്രീയ കക്ഷികളുടെ വരുമാനം ഈ രാജ്യത്തെ ജനങ്ങളുടെ, പ്രകൃതിയുടെ, വരാനിരിക്കുന്ന തലമുറയുടെ കൂടി സമ്പത്ത് വിറ്റുകൊണ്ടാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരും ചോദിക്കാനില്ല. ഒരു രാഷ്ട്രീയ കക്ഷിക്കും അതിന് അഭിപ്രായമില്ല. എല്ലാവരും അതിന്റെ കൂടെയാണ്. ഞാനത് കൂടുതൽ പറയുന്നില്ല. ഇവിടെയുള്ള നിരവധി ഓരോ സമരത്തെ കുറിച്ചും എനിക്ക് സംസാരിക്കാനുണ്ട്. അതിവേഗ റെയിലിനെ കുറിച്ച് പറയാനുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിന് സമരം ചെയ്ത സുരേന്ദ്രനാഥ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോ സ്വാശ്രയത്തിന്റെ വലിയ ചർച്ച നടക്കുകയാണ്. അതിലെവിടെയും പരിഹാരം വരുന്നില്ല. എന്തുകൊണ്ട്? അത് മറച്ചു പിടിക്കാതെ സ്വാശ്രയത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. അത് തുറന്നാൽ സ്വാശ്രയത്തിന്റെ എല്ലാ കള്ളക്കളിയും ഒരു രാത്രി കൊണ്ട് നമ്മുടെ മുമ്പിൽ തുറന്നു വരും. അതുപോലെ നിരവധി അഴിമതി തുടർന്ന് കാട്ടിയ ജോയിയെ പോലെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹാഷിമിനെ പോലെയുള്ള ആളുകളുണ്ട്. അതുപോലെ കേരളീയർ കഴിക്കുന്നത് വിഷഭക്ഷണമാണ് എന്ന് കുറെ കാലമായി രോഗാതുരമായ കേരളീയ സമൂഹത്തിൽ ആരും ചോദിച്ചില്ല ഈ വിഷം എവിടെ നിന്ന് വന്നു. കുഞ്ഞികൃഷ്ണേട്ടൻ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. എൻഡോസൾഫാൻ സമരത്തിൽ ജനങ്ങൾ എത്ര കൊല്ലമായി ദുരിതം അനുഭവിക്കുന്നു. ആരാ അവരുടെ കൂടെ നിൽക്കാൻ? ഞാനിതെല്ലാം പറയുന്നില്ല, കാരണം അവരെയൊക്കെ ഇവിടെ ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ ആദരിക്കുക എന്നത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രാഥമികമായ കടമയായി ഞങ്ങൾ കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ഈ പരിപാടി വളരെ കൃത്യമായും ആദ്യം തന്നെ ഇവിടെ വെച്ചത്. ഇത് നമ്മുടെ കടമയാണ്. കാരണം നമ്മൾ രാഷ്ട്രീയം മാറ്റാൻ വന്നവരാണ്. ഇതല്ല രാഷ്ട്രീയം. ഇവിടെ മണ്ണിന്റെ, പ്രകൃതിയുടെ, മനുഷ്യന്റെ, ജീവജാലങ്ങളുടെ, വരാനിരിക്കുന്ന തലമുറകളുടെ രാഷ്ട്രീയമുണ്ട്. അഴിമതിയുടെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തേണ്ടതുണ്ട്. അഴിമതി കേരളത്തിൽ വലിയ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഴിമതി ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ 60 വർഷമായി കേരളത്തിൽ അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട ഒരേ ഒരു രാഷ്ട്രീയ നേതാവേ ഉള്ളൂ, ബാലകൃഷ്ണപിള്ള. ബാക്കി രാഷ്ട്രീയ നേതാക്കന്മാർ ആരും കേരളത്തിൽ ഒരു അഴിമതിയും ചെയ്തിട്ടില്ല. കേരളത്തിൽ അഴിമതിയേ ഇല്ല. അങ്ങനെയാണ്. അതാണ് സമവായം. അപ്പൊ നമ്മൾ പറയുന്നത് ഈ അസത്യത്തിൽ, അധർമ്മത്തിൽ, അനീതിയിൽ സർവകക്ഷി സമവായം ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വഴി കാണിച്ചു തരാൻ, നമ്മുടെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കണമെന്ന് ജനങ്ങളുടെ പക്ഷത്തു നിന്നറിയാൻ നമുക്കിത് വേണം. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സമരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ചാലിയാറിന്റെ ചേക്കുവടിയുണ്ട്. കേരളത്തിലെ പരിസ്ഥിതിയെ കുറിച്ച് കേരളീയരെ പഠിപ്പിച്ച കോഴിക്കോടിന്റെ സ്വന്തം, ഞാൻ പരിചയപ്പെടുത്താൻ പാടില്ല, ശോഭീന്ദ്രൻ മാഷുണ്ട്. കണ്ണൂരിൽ പരിസ്ഥിതി പ്രവർത്തനത്തിന് വലിയ നേതൃത്വം നൽകിയ ഭാസ്കരൻ വെള്ളൂരും അദ്ദേഹത്തിന്റെ കുടുംബവുമുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ ആക്രമണം നേരിട്ട് അതിനെതിരെ സമരത്തിന് വന്നാണ് എൻ സുബ്രഹ്മണ്യൻ. നമുക്കറിയാം, കൂടംകുളം മുതൽ കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള എല്ലാ സമരങ്ങളിലും അതിനാവേശമാകുന്ന സുബ്രഹ്മണ്യൻ. ഞാൻ ഓരോരുത്തരെയായിട്ട് പറയല്ല, നിരവധി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവരെ വിളിച്ചത്, ഞാൻ എല്ലാവരുടെയും പേര് വായിക്കാനല്ല, ഇവരെയൊക്കെ നമ്മൾ വിളിച്ചത് ഇവരെ ഒന്നും പഠിപ്പിക്കാനല്ല, ആം ആദ്മിക്ക് ഇവരിൽ നിന്ന് പഠിക്കാനാണ്. നിങ്ങളിൽ നിന്ന് പഠിക്കാനാണ് നിങ്ങൾ വിളിച്ചിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ നിങ്ങളെ ഒന്നും പഠിപ്പിക്കുന്നില്ല. കാരണം ഈ സമരങ്ങളുമായി അടുത്ത് ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും, കേരളത്തിന്റെ വരുംകാല രാഷ്ട്രീയം ഏതൊക്കെ വിഷയത്തിൽ ഊന്നിയുള്ളതാവണമെന്ന് നമുക്ക് ചർച്ച ചെയ്യണം. ഇവരുമായി ചർച്ച ചെയ്യണം. നമുക്ക് ആകെയുള്ളൊരു പരിമിതി, സമയത്തിന്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് സംസാരിക്കാൻ നമുക്ക് അവസരമില്ലെങ്കിലും നിങ്ങളെയൊക്കെ ഒരു സിന്ദാബാദെങ്കിലും പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് ആദ്യമായി ഇവിടെ വന്നെത്തിയ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ആദരിക്കാൻ ഞങ്ങൾ വിളിച്ചത് വളരെ പ്രത്യേകമായ ഒരു വ്യക്തിത്വത്തെ. അദ്ദേഹത്തെ ഞങ്ങൾ
ഞാനിവിടെ നിന്ന് ജോയ് മാത്യുവിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നേയില്ല. എന്നേക്കാൾ നന്നായി അദ്ദേഹം അഭിനയിച്ച സിനിമകളും അദ്ദേഹം എഴുതിയ തിരക്കഥകളും എല്ലാം കണ്ടിട്ടുള്ള ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്. ഷട്ടർ പോലെയുള്ള ഒരു സിനിമ. എന്തിനാ ഷട്ടർ? എനിക്ക് ജോയ് മാത്യുവിനെ അറിയുന്നത് ഷട്ടറിലൊന്നുമല്ല, അമ്മ അറിയാൻ എന്നൊരു സിനിമ നിങ്ങളൊക്കെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്നറിയില്ല. ജോൺ അബ്രഹാമിന്റെ അമ്മ അറിയാൻ മുതൽ എനിക്ക് ജോയ് മാത്യുവിനെ അറിയാം. കേരളത്തിൽ സിനിമയുടെ രാഷ്ട്രീയം ഒരുപക്ഷെ ആദ്യം ചർച്ച ചെയ്യുന്നത് അമ്മ അറിയാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട്. ജോയ് മാത്യു അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അത് അദ്ദേഹം നിശ്ചയിക്കുന്നതല്ല. പക്ഷേ ജോയ് മാത്യു ജീവിതത്തിൽ എടുക്കുന്ന നിലപാടുകൾ, ഞാൻ പറയായിരുന്നു, ഇന്ന് എന്റെ കൂടെ വന്നപ്പോൾ നാഷണൽ ടീമിലുള്ള ആളുകൾ ഇവിടെ വരും. അവരോട് ഞാൻ പറഞ്ഞു, ജോയ് മാത്യുവിനെ ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്തിയത് ഷട്ടർ ഒന്നുമല്ല, 1983 എന്ന സിനിമയാണ്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാ, 1983. അപ്പോൾ അത് കണ്ട ഒരാൾ, ഒരു ഹിന്ദിക്കാരൻ അതിലുണ്ട്. അദ്ദേഹം ദീപക് വാജ്പേയി എന്ന് പറയുന്ന നമ്മുടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസ് മാനേജ് ചെയ്യുന്ന അതിലേറ്റവും ഉത്തരവാദപ്പെട്ട അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞു, മൈനെ ദേഖാ ഹേ വോ ഫിലിം, ബഹുത് ബഡിയ ഫിലിം ഹേ. കാരണം അദ്ദേഹം ആ സിനിമ കണ്ടു, ക്രിക്കറ്റിന്റെ ഭ്രമം കൊണ്ട് കണ്ടതായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് കൃത്യമായും തൻ്റെ ജീവിതം കൊണ്ടും സിനിമ കൊണ്ടും ചിന്ത കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരു ബദൽ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള മറ്റ് ബദൽ ആളുകൾ, അന്വേഷകർ ഒരുപാട് പേരുണ്ട്. ട്രോമ കെയറിന്റെ പ്രതീക്ഷയുണ്ട്, മറ്റ് ജൈവ കർഷക പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പ്രതിരോധമാണ്. ഇതൊക്കെ ഇന്ന് രാജ്യത്ത് പ്രതിരോധമാണ്. ആ പ്രതിരോധം നടത്തുന്ന മുഴുവൻ ആളുകളെയും തീർച്ചയായും ആദരിക്കാനുള്ള അവകാശം ജോയ് മാത്യുവിന് തന്നെയാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ജോയ് മാത്യുവിനെ വളരെ സന്തോഷത്തോടെ ആദരപൂർവം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് നമുക്ക് ലഭിച്ചതിൽ വലിയ ഒരു കാര്യമുണ്ട്. കാരണം നമ്മളൊരു സന്ദേശമാണ് ഇതിൽ കൊടുക്കുന്നത്. ഞാൻ നിർത്തുകയാണ്. എനിക്ക് തോന്നുന്നു 2 വാക്ക് ജോയ് മാത്യു പറഞ്ഞതിന് ശേഷം നമുക്ക് ആദരവിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ആദരിക്കുന്ന ആളുകൾ 2 വാക്ക് ഇവിടെ വന്ന് പറയുക. അവരുടെ സമരം മുഴുവൻ പറയണമെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ച നീട്ടിയാലും അവർക്കൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂറും ചിലപ്പോൾ അതിൽ കൂടുതൽ സമരം ചെയ്യാനാണ്. നേരത്തെ ഷൗക്കത്ത് പറഞ്ഞതുപോലെ തോൽക്കുന്ന സമരം യുദ്ധത്തിലും വേണമല്ലോ പടയാളികൾ എന്ന സുഗതകുമാരി ടീച്ചറുടെ വളരെ പ്രസിദ്ധമായ വാക്കുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ തോറ്റേക്കാം, പക്ഷേ തോറ്റാലും നമ്മൾ വിടില്ല. ശോകേന്ദ്രൻ മാഷെ പോലുള്ള ആളുകൾ വിടില്ല, ഞങ്ങളെ ഏതറ്റം വരെയും പോകും. കാരണം ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ നമുക്കാവില്ല. ഈ സമരം, ഈ പോരാട്ടം, ഈ രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരായി ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്കൊക്കെ ചെയ്യാൻ പണിയുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള 4 വരി P.P. രാമചന്ദ്രന്റെ കവിത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ലളിതം എന്നാണ് ആ കവിതയുടെ പേര്. ആ കവിത ഒരു പക്ഷിയുടെ ആത്മകഥമാണ്. അവ വൈദ്യത്തിലുള്ള 4 വരിയുള്ളൂ. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഒരു പക്ഷി ഉണ്ടെന്നറിയാൻ എന്തു മതി? പക്ഷിയെ നമ്മൾ കാണണ്ട, ഒരു കൂവൽ മതി. ഇവിടെ ഉണ്ടായിരുന്നതിന് സാക്ഷ്യമായി വെറുമൊരു തൂവൽ താഴെയിട്ടാൽ മതി. ഇവിടെ ഉണ്ടാകുമെന്നതിന് ബോധ്യമായി അടയുന്നതിന് ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായ എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ചെറിയ കിളിയാണെങ്കിൽ ഒരു കൂവൽ കൊണ്ട്, ഒരു തൂവൽ കൊണ്ട് നമ്മുടെ സാന്നിധ്യം അറിയിച്ച് ഈ ഭൂമിയെ ധന്യമാക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, ഇവർക്കും ഇവിടെ വന്നു ചേരുന്ന എല്ലാവർക്കും, ആം ആദ്മി പാർട്ടിയിലെ മുഴുവൻ കേരളത്തിലെ വളണ്ടിയർമാർക്കും വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. ബഹുമാനപ്പെട്ട ജോയ് മാത്യുവിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ആദരവ് ആരംഭിക്കുന്നതാണ്. പ്രശസ്ത സിനിമാ സംവിധായകൻ, അഭിനേതാവ്, കോഴിക്കോടിന്റെ സ്വന്തം ശ്രീ ജോയ് മാത്യു. സ്വന്തമാണോ എന്നുള്ളത് ആലോചിക്കണോ? എല്ലാവർക്കും വേണ്ടി നമസ്കാരം. എൻ്റെ അഭിമന്യ
ഗുരു, സുഹൃത്ത്, ഞാൻ നന്നായി കാണുന്ന ലോകത്തിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന എൻ്റെ അധ്യാപകൻ സുരേന്ദ്ര മാഷ്, വേദിയിൽ നിൽക്കാനും ഇപ്പോഴും സമരവീര്യം കെടാത്ത ചെറുതെങ്കിലും ദൃഢനിശ്ചയമുള്ള മനുഷ്യരെ കാണുന്നത് ഏറെക്കാലത്തിന് ശേഷം എനിക്ക് ഉന്മേഷം തരുന്ന ഒന്നാണ്. കാരണം ലാഭേച്ഛയില്ലാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളൊന്നില്ല. എല്ലാവർക്കും വേണ്ടത് ലാഭങ്ങളാണ്, ഏത് ഫീൽഡിലായാലും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ. എന്നാൽ അത്തരം ലാഭങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ മനുഷ്യ നന്മയിൽ കേന്ദ്രീകരിച്ച് സമൂഹ മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ഈ ഒരു സമര സഖാക്കളെ ആദരിക്കുന്ന ചടങ്ങിൽ എന്നെ വിളിച്ചതിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. ഞാനിതിന് അർഹനാണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അത്രമാത്രം വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമല്ല. പക്ഷേ എൻ്റേതായ പല നിലപാടുകളും, എനിക്ക് കിട്ടിയിട്ടുള്ള പല പ്രോത്സാഹനങ്ങളും, പലപ്പോഴും ശത്രുക്കളെ കുറേ സമ്പാദിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ശത്രുക്കളാണ് എപ്പോഴും നമ്മളുടെ ഊർജ്ജം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മിത്രങ്ങളല്ല നമുക്ക് ഊർജ്ജം തരുന്നത്, ശത്രുക്കളാണ്. ഫൈറ്റ് ചെയ്യാനുള്ളൊരു സ്പിരിറ്റ് എപ്പോഴുണ്ടാവും. ഈ ഫൈറ്റിംഗ് സ്പിരിറ്റാണ് ഒരു നടൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലൊക്കെ എന്നെ മുന്നോട്ട് നയിക്കുന്നൊരു ഘട്ടം. അത് പ്രത്യേകിച്ച് ഒരു കോഴിക്കോട്ടുകാരുടെ ആയതുകൊണ്ട് അത് കുറച്ച് കൂടും. അതിൽ ഞാൻ അഭിമാനിക്കും. ഞാൻ എവിടെ പോയാലും പറയുന്ന കാര്യം അതാണ്. ആ കോഴിക്കോടിൻ്റെ ഒരു നന്മ എൻ്റെ സിനിമയിലും ഉണ്ടാവും, എൻ്റെ കഥാപാത്രങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഈ പറഞ്ഞ സമരങ്ങൾ CR പറഞ്ഞ പോലുള്ള 50ഓളം സമരങ്ങളുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരെ ആദരിക്കാൻ കിട്ടുന്ന ചടങ്ങ് അല്ലെങ്കിൽ ഒരു അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മഹാഭാഗ്യം എന്നൊക്കെ പറയാം. കാരണം ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. CRനറിയാം, എന്നെ അടുത്തിരിക്കുന്നവർക്കറിയാം. പലരും എന്നോട് ഈ സിനിമ നടനായപ്പോൾ ചോദിക്കും, പ്രധാന ചോദ്യം ഇതാണ്, അല്ല നിങ്ങൾ എവിടെയിരുന്നു ഇത്രയും കാലം? അപ്പോൾ ഇവരൊക്കെ വിചാരം ഒരു 20-25 വയസ്സാകുമ്പോൾ നേരെ സിനിമയിൽ പോവുക, അങ്ങനെ കുറേ സിനിമയിൽ അഭിനയിച്ച് നരച്ച് മൂലക്കിരിക്കുക എന്നാണ് ഇവരൊക്കെ കരുതിയിരുന്നത്. ആ ഒരു കൺവെൻഷനെയാണ് ഞാൻ തിരുത്തിയത് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ 52 വയസ്സിലെ സിനിമയിൽ വന്നു. ഇവിടെ ഞാൻ നോക്കുമ്പോഴും ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള നരച്ചവരാണുള്ളത്. ഞാൻ അവരുടെ പ്രതിനിധിയാണ്. കാരണം 55 വയസ്സിൽ ജീവിതം തുടങ്ങുന്നുള്ളൂ. പലരും വിചാരം റിട്ടയർമെൻറ്റാണ്. റിട്ടയർമെൻറ്റ് ഇല്ല. 55 വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നു, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, മറ്റുള്ള അയൽക്കാർക്ക് വേണ്ടി ജീവിക്കുന്നു, സഹോദരി സഹോദരങ്ങളെ കല്യാണം കഴിച്ചയക്കാൻ ജീവിക്കുന്നു. ഇത് നമ്മൾ പറയുന്നു 55 വയസ്സായി റിട്ടയർമെൻറ്റാണ്, ഇനിയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരും പേടിയില്ല. കാരണം ഈ 55 വയസ്സ് കഴിഞ്ഞാൽ ആരും പേടിക്കാറ്? പണ്ടൊക്കെ ആണെങ്കിൽ പേടിക്കാമല്ലോ, ജോലി പോവും അല്ലേ, പോലീസ് പിടിക്കും. എനിക്കങ്ങനത്തെ ഒരു പേടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറയാറുണ്ട്. അടുത്ത കാലത്ത് ഞാനൊരു ലേഖനം എഴുതി, ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്താണത്. ഈ നമ്മൾ തുടർന്ന് വരുന്ന പ്രാകൃതമായ സമരരീതികളെ പറ്റി. സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല, സമരരീതികൾ മാറേണ്ടതിൻ്റെ ആവശ്യകത. ആ സമരരീതികൾ മാറണമെങ്കിൽ അത്തരം ചിന്താഗതിയിൽ മാറ്റം വരണം. നമ്മൾ 45-ലും 55-ലുമുള്ള അതേ ചിന്താഗതി തുടരുമ്പോൾ അതേ സമരരൂപങ്ങൾ ഉണ്ടാവുള്ളൂ. അതായത് സമരത്തിൽ താല്പര്യമില്ലാത്തവരെ പോലും തടഞ്ഞു നിർത്തി അവരുടെ കാറ്റൊഴിച്ച് വിടുന്ന സമരരീതിക്ക് ഞാൻ എതിരാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം തൊഴിലാളി സമരം വേണ്ടത് തന്നെ. അതിൽ ഏതാണ് തൊഴിലാളി എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു വേറൊരു ഡിബേറ്റാണ്. CRന് അറിയാം, അത് കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇന്ത്യൻ സിറ്റുവേഷനിലൊക്കെ. അതുപോട്ടെ, പണിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു ഹർത്താൽ എന്നൊക്കെ പറഞ്ഞതൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കഷ്ടപ്പെടുന്നൊരു വിഭാഗമുണ്ട്. അവരാണ് ജനസാമാന്യം, സാധാരണക്കാർ. അത് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ഓട്ടോ ഓടിക്കുക, ചായക്കട നടത്തുക, പലചരക്കട നടത്തുക. ഇവർക്കൊക്കെ ഒരു ദിവസം നഷ്ടമാകുമ്പോൾ അവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. അന്നത്തെ അവർ ബാങ്കിൽ വായ്പ അടയ്ക്കാൻ പറ്റുന്നില്ല. അത് കുടിശ്ശിക കൂടുന്നു. കുടിശ്ശിക കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ബുദ്ധിമുട്ടും. ഗവൺമെൻറ് തന്നെ 170 കോടി ഒരു ദിവസം നഷ്ടം എന്ന് പറയുമ്പോൾ ആ നഷ്ടം നികത്തുന്നത് സാധാരണക്കാരുടെ മേൽ പിന്നെയും നികുതി ചുമത്തിയിട്ടാണ്.
അല്ലാതെ ഇവിടെ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്താണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ നേടുന്ന നമ്മുടെ സമ്പത്ത്? ഒന്നുമില്ല. ഗൾഫിൽ കഷ്ടപ്പെടുന്ന പ്രവാസി അയക്കുന്ന പണം കൊണ്ട് മാത്രം പുലരുന്ന ഒന്നാണ് കേരളമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ നിന്നുള്ള പണത്തിൽ വരവ് നിന്നാൽ അറിയാം നമ്മളുടെ സുഖസൗകര്യങ്ങൾ എവിടെ പോകുന്നുള്ളൂ. ഉൽപ്പാദന പ്രവൃത്തിയിലൂടെ ഒന്നും ഇവിടെ നേടുന്നില്ല. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഏത് പൊതുമേഖല സ്ഥാപനമാണ് ലാഭത്തിലോടുന്നത് എനിക്കറിയില്ല. 3000 കോടിയാണ് KSRTC നഷ്ടം എന്ന് പറയുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങൾ വളരെ നന്നായി വളർന്നുണ്ട്. പൂരാളുങ്കൽ സഹകരണ സംഘം പോലെയുള്ള സംഘങ്ങൾ വളർന്നു നിന്ന് മാതൃക കാണിച്ചു കൊടുത്തിട്ടും നമ്മൾ KSRTC പോലെയുള്ള വെള്ളാനകൾ പോയിട്ടാണ് പിരിച്ചു വിടണമെന്നായി പറയുന്നത്. പിരിച്ചു വിട്ടിട്ട് അത് സഹകരണ അടിസ്ഥാനത്തിൽ നടത്തണം, അത് കാണിച്ചു കൊടുക്കണം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വന്തക്കാരെ തിരികെ കയറ്റിയിട്ട് അവിടെ നിന്ന് മാക്സിമം കൈയിട്ട് വാരുക. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുമ്പ് കണ്ടിട്ടാണ് ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് തന്നെ. ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് അതിലുള്ള പവർ വലുത് നിങ്ങളാരും കയറ്റില്ല, കയറ്റി കക്കാൻ പറ്റില്ലല്ലോ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നെങ്കിലും ലാഭത്തിൽ ഓടിക്കുന്ന ഒരു തൊഴിലാളി സംഘടന പറയുകയാണ്, ഇല്ല ഞങ്ങൾ KSRTC അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ഫാക്ടറി ലാഭത്തിലോടുന്നൊരു കമ്പനിയാണ്, ഞങ്ങൾ ഈ നാട്ടിന് വേണ്ടിയിട്ട് ചോര നീരാക്കുന്ന തൊഴിലാളികളാണ്, ഞങ്ങളുടെ സമരത്തിൽ ഞങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കും മുമ്പിൽ. അങ്ങനെ സംഘടന അങ്ങനെ ഇതില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ സമരങ്ങളോട് നമുക്ക് അവജ്ഞയും ഉറുപ്പൊക്കെ വരുന്നതുകൊണ്ടാണ്. സമര രീതികൾ മാറണം. ഒരു സമര നേതാവ് കമ്പ്യൂട്ടർ അടിച്ച് പൊട്ടിക്കുന്നതാണ് TV യിൽ കാണുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ചെറുപ്പക്കാരായിരിക്കും അയാൾക്ക് വോട്ട് ചെയ്യുന്നു. കാരണം ഒരു പാവപ്പെട്ടൊരു കുട്ടിയുടെ ഒരു മോഹമാണ് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്. അത് വളരെ ഒരു സമര രീതിയുടെ ഭാഗമായി അടിച്ചു പൊളിക്കുന്നു. അത് TV യിലെല്ലാം നമ്മൾ കാണുന്നു. ഞാൻ അന്നേ തോന്നി, അന്നേ ഞാൻ മനസ്സിലാക്കി ഇയാൾ തോറ്റു വന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യുകയും പിന്നീട് കമ്പ്യൂട്ടറിനെ പറയുന്നത് കേൾക്കുകയും പിന്നെ തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്യുന്ന രീതികളൊക്കെ മാറുന്ന സമയം കഴിഞ്ഞു. ഞാനത് പറയും, സമരത്തിനെതിരല്ല, സമര രീതികൾ മാറണമെങ്കിൽ ചിന്താഗതിയിൽ മാറ്റം വരണം. ചിന്താഗതിയിൽ മാറ്റം വരണമെങ്കിൽ ജീവിതത്തോട് സത്യസന്ധരാവണം. അപ്പോൾ മാത്രമേ ചിന്താഗതിയിൽ മാറ്റം വരുള്ളൂ. അല്ലാതെ കുറച്ച് പുസ്തകം വായിച്ചുകൊണ്ടൊന്നും ചിന്താഗതിയിൽ മാറ്റമൊന്നും വരില്ല. ഞാൻ ഈ ആദ്മി പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരുപാട്, നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, ലക്ഷത്തിലപ്പുറമാണ് എനിക്ക് വന്നിട്ടുള്ള വ്യൂവേഴ്സും സപ്പോർട്ടേഴ്സൊക്കെ. വെള്ളം ഞാൻ ഭയങ്കര യാത്ര കഴിഞ്ഞുകൊണ്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങിയിട്ടില്ല. രാഷ്ട്രീയ പ്രശ്നമായി പോവോ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇല്ലേ? അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൽ സപ്പോർട്ട് ചെയ്തിട്ട് നോയേട്ടാ ഞങ്ങൾക്ക് വരണമെന്നുണ്ട്. പ്രവാസികളാണ് ഏറ്റവും അധികം. എനിക്ക് അതാണ് ഏറ്റവും സന്തോഷം തോന്നുന്നത്. കാരണം ഈ നാടിന് വേണ്ടി ശരിക്കും ബുദ്ധിമുട്ടുന്നത് പ്രവാസികളാണ്. അവരവിടെ ഞാൻ ജോലി ചെയ്തതാണ്, 9 കൊല്ലം ഞാൻ പ്രവാസിയായിട്ട് ജോലി ചെയ്തതാണ്. ജോലി ഇല്ലാതെയും ജോലി ഉണ്ടായിട്ടും ജീവിച്ച ആളാണ് ഞാൻ. അവിടെ എനിക്ക് എല്ലാം അറിയാം. അവിടെ ഉള്ളവർക്ക് അറിയാം ബുദ്ധിമുട്ട്. ഇവിടെ ഉള്ളവർക്ക് അറിയില്ല അവരുടെ ബുദ്ധിമുട്ട്. ഇവിടെ ഉള്ളവരെ, അവരുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ അയൽക്കാരെ, അയാളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരാനാണ് അവരവിടെ കഷ്ടപ്പെടുന്നത്. കയ്യും വീശിയിട്ടൊരു ഗൾഫുകാരൻ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ. കടം വാങ്ങിയിട്ടെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, ഒരു കളിക്കോപ്പ്, ഒരു കുപ്പായം, സുഹൃത്തുക്കൾക്ക് വേറെന്തെങ്കിലും. അതാണ് ഗൾഫുകാരൻ്റെ മനസ്സ്. ആ ഗൾഫുകാരൻ്റെ മനസ്സാണ് കേരളത്തിലേക്കിയത്. ഈ ഗൾഫുകാർ തിരിച്ചു വന്നാൽ ഈ കേരള ഗവൺമെൻറ് എന്താ കൊടുക്കുക? അവർക്ക് നിൽക്കാനുള്ള സ്ഥലം പോലും ഇവിടെ ഇല്ല. കുടിക്കാൻ വെള്ളം പോലും കിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ കുടിക്കാൻ വെള്ളം കിട്ടില്ല. അത്രയും ആൾക്കാർ പുറത്തുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തുള്ളത് മനസ്സിലാക്കണം. അവർ എന്ന് വേണമെങ്കിലും തിരിച്ചു വരാം. സൂക്ഷിച്ചിരുന്നോ? ഇവിടെ ഉള്ളവരൊക്കെ സൂക്ഷിച്ചിരുന്നോ? പൈസയ്ക്കപ്പോൾ നിൽക്കും. ഈ കമൻറ്റുകളും ഇതൊക്കെ ഫേസ്ബുക്കിൽ വന്ന കമൻറ്റുകൾക്കൊക്കെ ഞാൻ കഴിയുന്ന മറുപടി എഴുതും. എനിക്കിഷ്ടമാണ് ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ഭയങ്കര ചീത്തയൊക്കെ പറയും ആൾക്കാർ. ഞാനും കൊടുക്കുന്നല്ല മറുപടി. അതിലൊന്നും ഒരു പേടിയില്ല. ജോയേട്ടാ നമ്മൾ അതിർത്തിയിൽ പട്ടാളം കവൽ നിൽക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ എഴുതാൻ പറ്റുന്നതെന്ന് ചോദിച്ചോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല മോനെ എനിക്ക് എഴുത്തും വായന അറിയുന്നതുകൊണ്ടാണ്. അങ്ങനെ ഉള്ള മറുപടിയൊക്കെ എൻ്റെ അടുത്ത് വരാം. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഈ ഇന്നലെയൊക്കെ വന്നിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കമൻറ്റുകൾ വന്നിട്ടുള്ളത്, ഒരാൾ എഴുതി എനിക്ക് ഭയങ്കര, ഞാൻ ശരിക്കും ഞാൻ ത്രില്ലടിച്ചു പോയി. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റ് അനുഭവം. പക്ഷേ ഈ ആം ആദ്മി പാർട്ടിയിൽ താങ്കൾ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. എൻ്റെ മനസ്സ് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഞാനൊരു BJP അനുഭവിയാണ്. ഈ ആം ആദ്മി പാർട്ടിയുടെ ആത്മാർത്ഥത എനിക്കറിയാം.
ഞാൻ എൻ്റെ ചിന്താഗതി വേറെയാണെങ്കിലും ഈ സംഭവത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള കമൻറ്റ് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ മതി. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ നിൽക്കുന്ന ചെറുപ്പക്കാർ, ഇപ്പോൾ DYFI പോലെയുള്ള സംഘടന, ASF പോലുള്ള സംഘടനകൾ, അവരെ ഒന്നില്ലെങ്കിലും ഈ മതവർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്ന വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന രണ്ട് സംഘടനകൾ തന്നെയാണത്. അവരെ ഉള്ളിൽ ചിന്തിക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുണ്ട്. പക്ഷേ ഒരു പാർട്ടിയുടെ പോഷക സംഘടനയായി മാറുന്ന ഒരു സംഘടനയ്ക്കും സ്വന്തമായ അസ്തിത്വം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ട്രാജഡി. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും പാർട്ടി പറയുന്നത് കേൾക്കേണ്ടി വരും. ചില സമരങ്ങൾ തുടങ്ങും, ചില സമരങ്ങൾ നിർത്തിവെക്കേണ്ടി വരും. അല്ലാതെ അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതാണ് അവർ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. ഈ പ്രവർത്തകരെ നമ്മൾ ചാക്കിട്ട് പിടിക്കാവുന്നല്ല ഞാൻ പറയുന്നത്. മധുവാശിരിക്കേണ്ടത് എൻ്റെ രാഷ്ട്രീയ ഗുരു അതാ പിന്നിലിരിക്കുന്ന അവസ്ഥ. എൻ്റെ രാഷ്ട്രീയത്തിലേക്കും നാടകത്തിലേക്കും ജീവിതത്തിലേക്കും സിനിമയിലേക്കൊക്കെ എൻ്റെ 17-ാം വയസ്സിൽ പിടിച്ചു കൊണ്ടുവന്ന മധുമാഷാണ് അവിടെ ബാക്കിൽ. മധുമാഷ് അന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഒരു ജോയ് മാത്യു എന്ന നടനോ സംവിധായകനോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളോ ആദരിക്കേണ്ട വ്യക്തിയാണ് അദ്ദേഹം. അത് ഞാനിപ്പോഴേ കാണുന്നത് കാര്യമുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ് ഇങ്ങനെ. ശരി, ശോഭേന്ദ്രൻ മാഷൊക്കെ ഇവിടെ ഇരുത്തേണ്ടതല്ലേ, അവർക്ക് അവിടെ പോയിരിക്കുന്നു. ഇത് വളരെ ഇൻഫോർമലായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. ഞാനീ വിളിച്ചോ അല്ല, ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലല്ല അപ്പോൾ ഇത് എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞ് തീർക്കാൻ പോകാം. കാരണം ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ട്. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ആത്മാർത്ഥത പറ്റിപ്പോയിട്ടില്ലാത്ത ഒരു ഗ്രൂപ്പ്, ഒരു സമൂഹം, അത് ഞാൻ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രവർത്തകരൊന്നുമല്ല, ഞാൻ അതിനെ ഉറ്റുനോക്കുന്ന ആളാണ്. അതിൻ്റെ സുതാര്യതയാണ് അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ സത്യസന്ധത, സുതാര്യത, ട്രാൻസ്പെറൻസി. അത് കേജ്രിവാൾ അന്തസ്സായിട്ട് കാണിച്ചു കൊടുത്തു. രാജിവെച്ച് ഇറങ്ങിപ്പോയി, തിരിച്ച് അതേപോലെ വന്ന് കാണിച്ചു കൊടുത്തു. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ സുതാര്യരാണ്, ഞങ്ങളുടെ അക്കൗണ്ട് സുതാര്യമാണ്, ഞങ്ങളുടെ പണത്തിൻ്റെ കണക്ക് സുതാര്യമാണ്, ഞങ്ങളുടെ ജീവിതം സുതാര്യമാണ് എന്നുള്ളതാണ് ഈ പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ഞാൻ അത്രമാത്രം സത്യസന്ധനല്ലാത്തത് കൊണ്ടും കുറച്ചൊക്കെ കള്ളത്തിലുള്ളതുകൊണ്ടും ഞാൻ പെട്ടെന്ന് കൊണ്ടുവരുന്നില്ല. ഞാനങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള വേദിയിലൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ജോയ് മാത്യു വരും. അത് വേണ്ട, ഞാൻ പുറത്തേക്ക് നിന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളാം. ഞാൻ നിങ്ങളെ ആൾക്കാരെ വശീകരിച്ചു തരാം. ഒരു കാര്യം കൂടെ പറയട്ടെ, മധുഭാഷ കൂടെ വന്നപ്പോഴാണ് പറയുന്നത്, മധുഭാഷ കൂടെ കേൾക്കണം. ഈ ആം ആദ്മി പാർട്ടീൻ്റെ ചൂല് ആദ്യം കാണിച്ചത് ഞാനാണ്. ഷട്ടർ എന്നുള്ള സിനിമയിൽ മധുഭാഷ ഈ ചൂലുകൊണ്ട് തൂത്തുവാരുന്നു തൂത്തുവാരുന്നു എന്ന് പാടിയിട്ടാണ് വരുന്നത്. എനിക്ക് അന്നേ അറിയുന്നു ഈ ചൂല് ഒരു പാർട്ടിയുടെ അടയാളമാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചു അല്ലേ? പക്ഷേ നമ്മളെന്നാ പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു നിമിത്തമാണ്. മാറാൻ പോകുന്നൊരു നാടിൻ്റെ സന്തോഷകരമായ മുഖം ഞാൻ നിങ്ങളുടെ മുഖത്തൊക്കെ കാണുന്നുണ്ട്. ചിരിച്ചിരിക്കുന്ന മുഖം, അല്ലാതെ പ്രശ്നസങ്കുചിതമായി അയ്യോ ഇനി എന്ത് എന്നുള്ളതല്ല. എല്ലാവരും ഭയങ്കര പ്ലസൻ്റാണ്. കാരണം നിങ്ങൾക്ക് ഒന്നും നേടാനില്ല, നഷ്ടപ്പെടാനുള്ളൂ. അത് സൂക്ഷിച്ചോ. എന്തായാലും എന്നെ വിളിച്ചതിൽ സന്തോഷം. ഇനിയും എൻ്റെ സമയമനുസരിച്ച് ഞാൻ നിങ്ങളുടെ പരിപാടികൾ പങ്കെടുക്കുന്നു. അതിന് മുഖവരൊന്നും വേണ്ട, ഞാനങ്ങ് കയറി വരും, സംസാരിക്കും. അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഈ സംഘടനയ്ക്ക് ഉണ്ടാവണം. വളരെ ഇൻഫോർമലായിരിക്കണം ഈ സംഘടന എന്ന് മാത്രം ഞാൻ പറയും. കാരണം പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോഴും ഫണ്ട് വരുമ്പോഴാണ് ഒരു സംഘടന അത് രോഗാതുരമായി പോകുന്നത്. ഇതേപോലെ നിലത്തിരുത്തുകയും കിടത്താൻ മതി നിലത്തിരുത്തുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കസേര ഉണ്ടെങ്കിലുള്ള പ്രശ്നം. ആൾക്കാർ തറഞ്ഞ് കസേര നടന്നിട്ട് ആൾക്കാർ വീണ്ടും സ്റ്റേജിൽ പോകണം. ആ കോമഡി ഉണ്ടാവില്ല തോന്നുന്നില്ലേ? ഏതായാലും എന്നെ വിളിച്ചതിലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതിലും എൻ്റെ ഗുരുക്കന്മാരുടെ മുമ്പിൽ 4 വാക്ക് സംസാരിക്കാൻ പറ്റിയതിലും ഞാൻ അങ്ങേയറ്റം വിനീതനാണ്, നിങ്ങളോട് കടപ്പെട്ടവനാണ്. എൻ്റെ നന്ദി, സന്തോഷം. ജയ് ഹിന്ദ്. നന്ദി ജോയേട്ട. ജോയേട്ടൻ ഒരു 10 വർഷമായിട്ട് ഞാൻ ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്.